സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ ആശയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. യോർദാൻ പഴയ നിയമ ചരിത്രത്തിലെ, വിശേഷിയാൽ വേദപുസ്തക ചരിത്രത്തിലെ അതിപ്രധാനമായിരിക്കുന്ന സ്തോത്ര ഹല്ലേലൂയ ഒരു പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന, ആത്മീകമായിട്ട് ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു പ്രസംഗം കൊണ്ട് പ്രസംഗിച്ച് തീരാൻ കഴിയാത്ത രീതിയിൽ ആത്മീയ അർത്ഥങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന, അതിലുപരി പലസ്തീൻ നാടിൻ്റെ ഒരുപാട് ഗ്രഹാതുരത്വം നിറഞ്ഞ ആത്മീക പശ്ചാത്തലങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു നദിയും നദീതീരവുമാണ് യോർദാനും യോർദാൻ്റെ തീരപ്രദേശങ്ങളും. ഏകദേശം സ്തോത്രം 320 കിലോമീറ്റർ നീളം വളഞ്ഞും പൊളഞ്ഞും ഒരു വക്രഗതിയിൽ ഒഴുകുന്നത് കൊണ്ട് സ്തോത്രം 320ഓളം കിലോമീറ്ററുകൾ നീളമുണ്ട് യോർദാൻ എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. യോർദാൻ്റെ ഏറ്റവും വീതി കൂടിയ സ്ഥലത്തിന് 200 മീറ്ററാണ്. 200 മീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ കരുതാമോ? ചുമ്മാ ഞാനൊരു ആലങ്കാരികമായിട്ട് പറയുകയാണ്, ഇതൊക്കെ ഒന്ന് മനസ്സിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. 200 മീറ്റർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? സ്തോത്രം ഏകദേശം 10,650 അടിയാണ്. സ്തോത്രം ഹല്ലേലൂയ. അത്രയും വീതിയും വിശാലതയുമുള്ള ഭയങ്കരമായിരിക്കുന്ന സ്തോത്രം നദിയാണ്. 4 തോടുകൾ ഒരുമിച്ച് ലെബാനോൻ പർവ്വത നിരകളിൽ നിന്ന് ഒഴുകിയെത്തിയ 4 തോടുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ്, അവിടെ വെച്ചാണ് യോർദാൻ്റെ ആരംഭം കുറിക്കുന്നത്. 4 തോടുകളുടെ സംയോജിതമായിരിക്കുന്ന സ്തോത്രൻ്റെ 4 തോടുകളുടെ സംയോജിതമായിരിക്കുന്ന ഒരു സംയുക്ത സംഗമ സ്ഥാനത്ത് നിന്ന് ഉത്ഭവിക്കുന്നതാണ് യോർദാൻ. സ്തോത്രം ഹല്ലേലൂയ. യോർദാൻ പടുക്ക 4 തോടുകളിൽ കൂടി ഒഴുകി കുറേ കിലോമീറ്റർ ഒഴുകി വരുമ്പോൾ 2 സ്തോത്രം ഹല്ലേലൂയ ഏകദേശം 2 പോഷക നദികൾ കൂടെ ഈ യോർദാനിലേക്ക് വന്നു ചേരുന്നു. ഒന്ന് യാർമുക്ക്, 2 യാബോക്ക്. വിശ്വാസ സമൂഹത്തിന് വളരെ പരിചിതമായിരിക്കുന്ന ഒരു പോഷക നദിയായിരിക്കാം യാബോക്ക്. യാർമുക്ക്, യാബോക്ക് എന്നറിയപ്പെടുന്ന 2 നദികൾ കൂടെ ഈ സ്തോത്രം ഏകദേശം കുറെ ഒഴുകി കഴിയുമ്പോൾ ഈ യോർദാനിലേക്ക് വന്ന് ചേരുന്നതോടുകൂടെ യോർദാന്റെ സ്വഭാവം മാറുകയാണ്. യോർദാന്റെ ഹുങ്കാര പ്രതാപത്തിന് മാറ്റം വരികയാണ്. ഈ 2 സ്തോത്രം ഉപനദികൾ കൂടെ ചേർന്നതോടുകൂടെ അസാധാരണമായിരിക്കുന്ന കുത്തൊഴുക്കിലേക്കും കവിഞ്ഞൊഴുക്കിലേക്കും യോർദാൻ മാറുന്നതാണ് ജിയോഗ്രാഫിക്കലായിട്ട് കാണാൻ കഴിയുന്നത്. തുടർന്ന് യോർദാൻ താഴേക്ക് ഒഴുകുമ്പോൾ 9 ചെറുതും വലുതുമായിരിക്കുന്ന തോടുകൾ കൂടെ 9 തോടുകൾ കൂടെ സ്തോത്രം ഈ നദിയിലേക്ക് വന്നു ചേരുന്നു. അതോടുകൂടെ 9 കൈത്തോടുകളിൽ കൂടെ ഒഴുകിയെത്തുന്ന ജലധാര കൂടെ ചേരുമ്പോഴേക്കും ഒരു അസാധാരണമായിരിക്കുന്ന അഹങ്കാരത്തിൻ്റെ പ്രതീകമെന്ന വണ്ണം അത്രയ്ക്ക് ശക്തമായിട്ട് യോർദാൻ വേദപുസ്തകത്തിൻ്റെ പല ഭാഗത്ത് പറയുന്നത് പോലെ കരകവിഞ്ഞും സ്തോത്രം ആ ഒരു നിലവാരത്തിൽ ഒഴുകുന്ന ഒരു വലിയ നിലവാരത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. വേദപുസ്തക ചരിത്രത്തിലെ സുപ്രസിദ്ധമായിരിക്കുന്ന പല പട്ടണങ്ങളും യോർദാന്റെ തീരത്താണ്. സൂക്കോത്ത്, സാരേഫാത്ത്, ഗിലയാദ്, സാരേഥാൻ, ഗിൽഗാൾ തുടങ്ങിയ അറിയപ്പെടുന്ന പല പട്ടണങ്ങളും യോർദാന്റെ തീരത്താണ് നിലനിൽക്കുന്നത്. അതിലുപരിയായിട്ട് ഈ നദിയുടെ വലിയ പ്രത്യേകതകൾ സ്തോത്രം ശാസ്ത്രലോകം കണ്ടെത്തി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. യോർദാൻ നദിയിൽ കാണുന്ന 16 തരം മത്സ്യങ്ങൾ ലോകത്തിലെ ഒരു സ്തോത്രം ജലാശയത്തിനകത്തില്ല. 16 തരം മത്സ്യങ്ങൾ ലോകത്തിൽ ഒരു നദിയിലോ ഒരാറ്റിലോ ഒരു കടലിലോ തടാകത്തിലോ വളരത്തില്ല. അങ്ങനെ 16ഓടത്തോളം തരം പ്രത്യേകതരം മത്സ്യങ്ങൾ സ്തോത്രം വളരുന്ന സ്ഥലമാണ്. യോർദാന്റെ തീരത്ത് മരച്ചില്ലകളിൽ പാറിപ്പറന്ന് നടക്കുന്ന 23 തരം പക്ഷികൾ, ചിറകുള്ള ചെറുതും വലുതുമായിരിക്കുന്ന പക്ഷികൾ ലോകത്തിൽ ഒരു സ്ഥലത്തും ഇല്ല. യോർദാന്റെ തീരത്ത് നിന്ന് ഒരു നിശ്ചിത കിലോമീറ്ററുകൾ വിട്ട് ആ പക്ഷികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറത്തില്ലെന്ന് പറയുന്നു. സ്തോത്രം ഹല്ലേലൂയ. യോർദാന്റെ തീരത്തുള്ള 27 തരം സസ്യങ്ങൾ ഈ ഭൂമിയിൽ ഒരിടത്തും ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ എന്തെല്ലാം പ്രത്യേകതകളാണ്. ഞാനത് ചുമ്മാ സമയം കളയാൻ വേണ്ടി പറയുകയല്ല, എനിക്കതൊക്കെ ആശ്ചര്യമായി തോന്നി. സ്തോത്രം ചില തീരത്തെ സ്തോത്രം ജീവിക്കത്തുള്ളൂ, അത് വിട്ട് പോകത്തില്ല. സ്തോത്രം ബാക്കി എല്ലായിടത്തും എല്ലാവർക്കും പറ്റിയേക്കാൻ ചില ജീവജാലങ്ങൾ ഇതിനോടൊക്കെ ബന്ധപ്പെട്ടേ നിൽക്കത്തുള്ളൂ. അങ്ങനെ ഇനിയും ഞാൻ എണ്ണി പറയാൻ നോക്കിയാൽ, ഞാൻ വായിച്ച പുസ്തകങ്ങൾക്കകത്ത് ഞാൻ അവിടെ പോയിട്ടില്ല, ഞാനത് കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഉത്സാഹമുണ്ട്. വേദപുസ്തകത്തിൻ്റെ ചരിത്രങ്ങളുടെ തലനാരിഴ കീറി അതിനകത്ത് കിടക്കുന്ന ആത്മീക രഹസ്യങ്ങൾ എത്രത്തോളം കണ്ടെത്താമോ, അത് എത്രത്തോളം പ്രൗഢമായിട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പങ്കിട്ട് കൊടുക്കാമോ, അതിനെല്ലാം ഉത്സാഹ മനസ്സോടെ സ്തോത്രം ഞാൻ പരതി നോക്കുന്നൊരു സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് ഞാൻ സ്തോത്രം വായിച്ച പുസ്തകങ്ങൾക്കകത്ത് ഈ നദിയുടെ സ്തോത്രം വലിയ പ്രമാദമായിരിക്കുന്ന പ്രത്യേകതകളിൽ ചിലത് മാത്രമാണ് പറഞ്ഞത്. എഴുതി വെച്ചാൽ ഒരു ലിസ്റ്റ് എഴുതാൻ പാകത്തിന് ചിലപ്പോൾ കണ്ടേക്കാം. ഇത്ര പ്രാധാന്യതയുള്ള മനോഹരമായിരിക്കുന്ന ഈ നദിയുടെ തീരത്ത് സ്തോത്രം വന്നെത്തിയിട്ട് അക്കരെ കടക്കാതെ
നടത്താതെ പോകുന്നത് ദൈവിക ദൃഷ്ടിയിൽ കുറ്റകരമാണ്, പാപമാണ് എന്നാണ് ആത്മീക ഭാഷയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത്. കൃത്യമായി ചില വാക്കുകൾ വേദപുസ്തകത്തിനകത്തുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്തുണ്ട്. അത് ഇതാണ്: യോർദാൻ ചില കാര്യങ്ങളുടെ അതിരാണെന്ന് തന്നെ വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. അതിര്. സ്തോത്രം, ഹല്ലേലൂയ. ആ അതിരിനിക്കരെ നിന്നാൽ നമുക്ക് ആത്മീക പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റില്ല. അതിരിന് നമ്മുടെ മനസ്സിലിട്ടിരിക്കുന്ന, പാരമ്പര്യങ്ങളിട്ടിരിക്കുന്ന, ലോകത്തിലിട്ടിരിക്കുന്ന പല, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിച്ചിട്ടിരിക്കുന്ന പല അതിരുകളും നമ്മുടെ മനസ്സിൽ കണ്ടേക്കാം. ഈ അതിരുകൾക്കപ്പുറ കയറുമ്പോഴാണ് ചില വിടുതലകൾ ദൈവമായ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് നിങ്ങളുടെ തോളെ തട്ടിക്കൊണ്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ: നീ ചില അതിര് കടക്കാനുണ്ട്. ആ അതിരിനിപ്പുറേ നിന്ന് നീ ഒത്തിരി സ്തുതിക്കുന്നുണ്ട്. ആ അതിരിനിപ്പുറേ നീ വിശ്വസ്തയോടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വാഗ്ദത്തം ചെയ്ത പലതും അതിരിനക്കരെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം മലങ്കരയിലെ ക്രിസ്തീയ സമൂഹവും ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരും ആത്മാവിൽ ഒരുക്കണം. നിങ്ങൾ കുറ്റക്കാരാന്നല്ല പറയുന്നത്. നിങ്ങൾ ചെങ്കടൽ കയറിയവരാണ്. നിങ്ങൾ പെസക ഭക്ഷിച്ചവരാണ്. ഫറവോനെ വിട്ടവരാണ്. മിസ്രയീം വിട്ടവരാണ്. ആ മരുഭൂമി താണ്ടിയവരാണ്. പക്ഷേ ഇന്നും നിങ്ങളുടെ മനസ്സിനകത്ത് അതിരുകൾ നിശ്ചയിച്ചിരിക്കുന്നെങ്കിൽ ആ അതിരുകളെ കയറി ഞാനും എന്റെ കുഞ്ഞുങ്ങളും രക്ഷപ്പെടാൻ തയ്യാറാണ് കർത്താവേ എന്ന് നിങ്ങൾക്ക് ദൈവത്തോട് പറയാൻ പറ്റുമെങ്കിൽ അത് ആത്മാവിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിരിനപ്പുറമാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ. ഇപ്പുറ കടന്നവരാരും സ്തോത്രം രക്ഷപ്പെട്ടിട്ടില്ല. എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാമോ? എന്താ സംഭവിച്ചെന്നറിയാമോ? മോശയുടെ കാലത്ത് മോശ പറഞ്ഞത് ശരിയാവില്ല. നിങ്ങൾക്ക് പ്രമാണം അറിയില്ലാത്ത കൊണ്ടാണ് നിങ്ങൾ ഇവിടെ വരെ കൊണ്ടുവരാനല്ല എന്നെ നിങ്ങളെ എൻ്റെ കൂടെ വന്ന മുഴുവൻ ആളുകളെ അക്കരെ കയറ്റിവിടാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇവര് ആങ്ങിപ്പിടിച്ച ഒരു കണക്കിന് സത്യത്തിൽ ഇവരക്കരെ കയറിയിട്ട് ഇക്കരെ തിരിച്ചു പോന്നു. ആ ചരിത്രങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു ബൈബിൾ ക്ലാസ് എടുക്കുവല്ലോ. പക്ഷെ എന്തോ സംഭവിച്ചെന്നറിയാമോ? യോശുവയുടെ കാലത്ത് ഈ സ്തോത്ര സംഭവം കുറച്ചുകൂടെ മൂത്തു. അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്ക് നിങ്ങളെ കാണിച്ചു തരാം. യോശുവയുടെ പുസ്തകം 22-ാം അധ്യായം. യോശുവയുടെ പുസ്തകം 22-ാം അധ്യായം. സ്തോത്ര, ഹല്ലേലൂയ. 22-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെ ഒരു പാരഗ്രാഫാണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ശ്രദ്ധിച്ചോളണം കേട്ടോ. ഇതിന് സ്തോത്രം. മോശയുടെ കാലത്താണ് നമ്മൾ കണ്ട സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിൽ മോശ ജീവിച്ചിരുന്നു. മോശയ്ക്ക് കനാനിലേക്ക് കയറാൻ പറ്റാത്ത സംഭവം നിങ്ങൾക്കറിയാലോ. അന്ന് മോശ ഒരുപാട് അവരെ പിടിച്ചു കുലുക്കി. എന്നിട്ട് അവർ സ്തോത്രം അങ്ങനെയൊക്കെ ഒരു ഉഴപ്പിത്തല്ലി സംഭവം അങ്ങ് വല്ലാത്ത സ്ഥിതിയിലാക്കി കളഞ്ഞു. ഞാൻ ഭയത്തോടാണിത് പറയുന്നത്. ആത്മീക ഇട്ട് ചൂതാട്ടം നടത്തരുത്. ആത്മീകമിട്ട് കളിക്കരുത്. ഇതിൻ്റെ വില വലുതായിരിക്കും. അവിടെ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവരെ ഉഴപ്പി തല്ലി. അങ്ങനെയൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, ഞങ്ങൾ ഇക്കരെ ഒന്നുകൊണ്ടാണെങ്കിൽ ഞങ്ങൾ എല്ലാ പെരുന്നാളും ആചരിച്ചോളാം, ഞങ്ങൾ അവിടെ വഴിപാടും കൊണ്ട് വന്നേക്കാം, ഞങ്ങൾ ശബത്ത് ആചരിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതല്ലല്ലോ സംഭവിച്ചത്. എന്താണെന്നറിയണമോ? 9 മുതൽ വായിക്കാം. 22:9 മുതൽ യോശുവയുടെ പുസ്തകം. അങ്ങനെ രൂബേന്യരും ഗാദ്യരും മാനശയുടെ പാതിഗോത്രവും മോശ മുഖാന്തരം യഹോവ കൽപ്പിച്ച പോലെ അവർ കൈവശമാക്കിയ അവകാശ ദേശമായ ഗിലെയാദ് ദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടതിന് കനാൻ ദേശത്തിലെ ശീലോവിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിട്ട് പുറപ്പെട്ടു. നോക്കണേ, അന്ന് മോശയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മോശ നിർബന്ധിച്ചപ്പോൾ എന്നാ പിന്നെ ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനി പണം കണ്ട, ഇനി അതിനു വേണ്ടി പ്രത്യേകിച്ച് കമ്മിറ്റിയും കൂടണ്ട, ആരോടും പറയണ്ട, ഞങ്ങൾ വന്നേക്കാന്നും പറഞ്ഞ് മനസ്സില്ലാ മനസ്സോടെ ഇവരക്കരെ കയറി. പക്ഷെ അക്കരെ കയറിയിട്ട് ഇവര് കണ്ണ് കാണിച്ചു. അധികം താമസിയാതെ ഒരു ചതി കൂടി ചെയ്തു. പാപം മനശ്ശയുടെ പാതി ഗോത്രത്തെ കൂടെ അവിടെ ചെന്ന് ഇവർ വശീകരിച്ചു. കള്ളന്മാര്. സ്തോത്രം. ഇവിടെ അവിടെ ചെന്ന് അങ്ങോട്ട് പോകുമ്പോൾ രൂബേനരെയും ഗാദ്യരെയും നമ്മൾ കാണുന്നുള്ളൂ. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇവർ ഈ പറയുന്നിടത്ത് ഇത്രയും കാര്യം നോക്കണ്ട, സ്തോത്രം, ഒന്നും പ്രശ്നം, നമുക്ക് അക്കരെ ഇഷ്ടം പോലെ, അവിടെ നമുക്ക് ആരാധിക്കാലോ, അവിടെ നമുക്ക് യാഗം കഴിക്കാലോ, അവിടെ നമുക്ക് ദൈവം ഇതൊക്കെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പാപം മനശ്ശെ ഗോത്രത്തിന്റെ പാതി ആളുകളെ ക്യാൻവാസ് ചെയ്തു. അവരെയും കൂടി പിടിച്ചു. ഇപ്പോൾ മനശ്ശയുടെ പാതി ആളുകളുടെ അവരിക്കറിയെന്നല്ല എഴുതിയിരിക്കുന്നത്. ശീലോവിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിട്ട് പുറപ്പെട്ടു. അവർ കനാൻ ദേശത്തിലെ യോർദാന്യ പ്രദേശങ്ങളിൽ എത്തിയപ്പോൾ രൂബേനരും ഗാദ്യരും മനശ്ശയുടെ പാതി ഗോത്രവും യോർദാന് സമീപത്ത് കണ്ടോ ചതി വരികയാണ്, അബദ്ധം വരികയാണ്. സ്തോത്രം. ദൈവകോപത്തിന്റെ വഴിവെക്കുകയാണ്. എന്താ സംഭവിച്ചു നോക്കിയേ. സ്തോത്രം. അവിടെ ഒരു യാഗപീഠം പണിതു. കാഴ്ചയ്ക്ക് വലുതായിരുന്ന ഒരു യാഗപീഠം പണിതു.
രൂബേനരും ഗാദ്യരും മനശ്ശയുടെ പാതിഗോത്രവും കനാൻ ദേശത്തിലെ കിഴക്കുപുറത്ത് യോർദാന്യ പ്രദേശങ്ങളിൽ ഇസ്രായേൽ മക്കൾക്കെതിരെ ഇതാ, കേട്ടോ ആ വാക്ക് കണ്ടോ, ഇസ്രായേൽ മക്കൾക്കെതിരെ ഇതാ. പേനയുണ്ടെങ്കിൽ മറക്കാതിരിക്കാൻ, പിള്ളേരെ കാണിച്ചു കൊടുക്കാൻ, ഉഴപ്പി തല്ലി നടക്കുന്ന അച്ചായനെ കാണിച്ചു കൊടുക്കാൻ, സ്നാനപ്പെട്ടിട്ട് മുങ്ങി നടക്കുന്ന നിന്റെ കൂട്ടായ്മയിലെ വിശ്വാസികളെ കാണിച്ചു കൊടുക്കാൻ അതിൻ്റെ അടിയിൽ അങ്ങ് വരയിട്ടേക്കണം. അവിടെ വെച്ച് മോശയോട് പറഞ്ഞത്, ഞങ്ങൾ ആർക്കും എതിരാകില്ല, ഞങ്ങൾ വേറൊരു ഒരു സൊസൈറ്റി ഉണ്ടാക്കുകയല്ല, അങ്ങനെയൊന്നും പേടിക്കണ്ട, ഞങ്ങളുടെ പിള്ളേരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണം, സ്തോത്രം, ഞങ്ങളുടെ ആടുമാടുകൾ, അതിന് വേണ്ടി മാത്രം ഒരു പ്രശ്നമില്ലെന്നാണ് അന്ന് പറഞ്ഞത്. ഇവിടെ വെച്ച് സംഭവം തിരിഞ്ഞു. എന്താ തിരിഞ്ഞത്? ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യതാണ്, ആ വാക്ക് നിങ്ങൾ കണ്ടല്ലോ, അവിടെ എഴുതിയിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് എതിരായിതാ. ആ വാക്ക് മറക്കരുത്. സ്തോത്രം. യോർദാൻ കടക്കാതെ കുറെ നാള് നമുക്ക് സ്തോത്രം പറഞ്ഞൊക്കെ നടക്കാം. പക്ഷേ ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന സാത്താന്യ ശക്തികൾ, നിന്റെ ബുദ്ധിയേക്കാൾ കാഞ്ഞ ബുദ്ധിയുള്ളവനാ പിശാച്. നിന്നെ സ്തോത്രം കുറെ കഴിയുമ്പോൾ നിന്റെ മനസ്സിനകത്തേക്ക് 1000 ചോദ്യങ്ങൾ ഇട്ട് തന്നിട്ട് സത്യവിശ്വാസത്തിനും സത്യോപദേശത്തിനും വിരുദ്ധമായി ഇസ്രായേലിനെതിരെ നിന്നതുപോലെ നിന്നെ പിള്ളേരെയും എതിരെ നിൽക്കാൻ പാകത്തിന് ആ പിശാച് പ്രാപ്തനാക്കിയെടുക്കും. എന്ത് ചെയ്തു? എതിരെ നിന്നു ഇസ്രായേൽ. സ്തോത്രം. ഇതാ ഇസ്രായേൽ മക്കൾക്കെതിരെ ഒരു യാഗപീഠം പണിതിരിക്കുന്നത് ഇസ്രായേൽ മക്കൾ കേട്ടു. ഇസ്രായേൽ അത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവൻ അവരുടെ യുദ്ധത്തിന് നോക്ക് അടിയായി. അക്കരെ കയറി ഇസ്രായേൽ മക്കൾ കേട്ടു. ദൈവം, എനിക്ക് എല്ലാ വാക്യോട് ഞാനെല്ലാം രാവിലെ ഇരുന്ന് 2-2.5-3 മണിക്കൂർ ഇന്ന് രാവിലെ ഇരുന്നത് മുഴുവൻ പഠിച്ച് ഗ്രഹിച്ച് എൻ്റെ ഡയറികളിൽ എഴുതി വെച്ചിട്ട് എൻ്റെ കണ്ടന്റ് പിഴിഞ്ഞെടുക്കുന്ന ചാറ് മാത്രമായിട്ട് പൗരുഷനിലേക്ക് വന്നത്. ഞാൻ ആ ഭാഗത്തെല്ലാം കണ്ടു. ആവർത്തന പുസ്തകത്തിനകത്തും ഹോശിയ പ്രവചനത്തിനകത്തൊക്കെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. നീ വേറൊരു യാഗപീഠം ഉണ്ടാക്കരുത്, നിനക്ക് തോന്നുന്നിടത്ത് യാഗം കഴിക്കരുത്. ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്ത് ദൈവത്താൽ നിയുക്തമാക്കപ്പെട്ട യാഗപീഠമേ ഉണ്ടാകാവൂ. നീ എവിടെ പാർത്താലും നിനക്ക് യാഗം കഴിക്കേണ്ട സമയത്ത് അവിടെയേ വരാവൂ. ബോധിച്ചതുപോലെ യാഗപീഠങ്ങൾ വർദ്ധിപ്പിക്കരുത് എന്ന് സ്വർഗം പ്രമാണം കൊടുത്തിരിക്കുമ്പോൾ ഈ പ്രമാണമൊന്നും നോക്കാതെ ഇവന്മാര് 2.5 ഗോത്രക്കാർ ഇക്കരെ വന്നിട്ട് അക്കരെ ദൈവമായ കർത്താവ് യെരൂശലേമിൽ ഹല്ലേലൂയ അവിടെ ദൈവത്തിന്റെ പ്രമാണപ്രകാരം പണിതിരിക്കുന്ന അളവിൻ പ്രകാരമുള്ള യാഗപീഠത്തെക്കാൾ കുറച്ചുകൂടെ കെങ്കേമം കാണിക്കാൻ വേണ്ടി വലിപ്പമുള്ള വലിയ യാഗപീഠം പണിതു. ഞാൻ പറയാം, യോർദാൻ കടന്നില്ലെങ്കിൽ ഉപദേശം തെറ്റും. നിനക്ക് ബോധിച്ചതുപോലെ എല്ലാം ഉപദേശം ഉണ്ടാക്കും. അത് ആരാധനയുടെ കാര്യത്തിലാണെങ്കിലും പെങ്കൊച്ചനെ കെട്ടിക്കുന്ന കാര്യത്തിലാണെങ്കിലും അവനവൻ്റെ ഉപദേശം ഉണ്ടാക്കും. ഇപ്പോൾ മോശ കൊടുത്ത പ്രമാണമോ ദൈവം പറഞ്ഞ വ്യവസ്ഥയില്ല. കാണാൻ കൊള്ളാവുന്ന പട്ടുകൂറ്റൻ ഹല്ലേലൂയ യാഗപീഠം ഉണ്ടാക്കി. ഇതങ്ങ് അക്കരെ യോർദാൻ അക്കരെ പോയി വിശ്വസ്തതയോടെ എന്ന് ഞാൻ പറയുകയാണ്. ആ ഗോത്രങ്ങൾ കേട്ടു. ഇവര് നമ്മളോട് യാത്ര പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, അടുത്ത പെരുന്നാളിന് വരാമെന്നും പറഞ്ഞ് ആടുകൾ അക്കരെ കിടക്കുന്നു പറഞ്ഞ് പോയവന്മാര് അക്കരെ ചെന്നിട്ട് വേറെ സഭ തുടങ്ങിയെന്ന് അത് അവര് കേട്ടു. അവര് കേട്ട പറഞ്ഞു അങ്ങനെ വിടാൻ പറ്റില്ല, നമുക്കൊരു പ്രമാണമുണ്ട്. അങ്ങനെ പറഞ്ഞ് യുദ്ധത്തിനിറങ്ങി. ഞാൻ ആ സംഭവം അവിടെ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. 16-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന യഹോവയുടെ സഭ മുഴുവൻ ഇപ്രകാരം പറയുന്നു. അവിടെ നിന്ന് വന്ന യുദ്ധത്തിനാ വന്നതെങ്കിൽ അവർ ഇപ്രകാരം വന്നിട്ട് പറയുന്നു, നിങ്ങൾ ഇന്ന് യഹോവയോട് മത്സരിക്കേണ്ടതിന് യാഗപീഠം പണിതു. ഇന്ന് യഹോവയെ വിട്ടുമാറുവാൻ തക്കവണ്ണം നിങ്ങൾ ഇസ്രായേലിലെ ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഈ ദ്രോഹം എന്ത്? യോർദാൻ കടക്കാതെ ഇക്കര കടന്ന് മെഴുകി മെഴുകി നടന്നാൽ കുറെ കഴിയുമ്പോൾ ഈ വാക്യം ചെവിയിൽ നുള്ളിക്കോ, കുറെ കഴിയുമ്പോൾ സംഭവിക്കുന്നത് നീ ദൈവത്തോട് ദ്രോഹം ചെയ്യാൻ തുടങ്ങും. അങ്ങനെയല്ല എഴുതിയത്, നീ ദൈവത്തെ വിട്ടുമാറും. യോർദാൻ കടക്കണം, കടന്നേ പറ്റൂ. സ്തോത്രം. സംഭവത്തിന്റെ ഈ ഭാഗം മാത്രം പറഞ്ഞു നിന്നാൽ പോരല്ലോ, നല്ല കാര്യം കൂടി പറയണ്ടേ. സ്തോത്രം. ഇവര് കടന്നില്ല. ലാസ്റ്റ് എന്ത് പറ്റിയെന്നറിയാമോ? സ്തോത്രം. നിങ്ങൾക്കറിയാം, വേദപുസ്തക പുതിയ നിയമ ചരിത്രത്തിലെ ഗദരദേശം എന്നറിയപ്പെടുന്ന ശവക്കോട്ടയിൽ സ്തോത്രം 6000 ഭൂതങ്ങൾ ബാധിച്ച് കടന്ന ഒരു മനുഷ്യൻ, ഒരു പ്രതിനിധി മാത്രമാണ്. ആ മനുഷ്യനെ തേടി നമ്മുടെ കർത്താവ് ചെന്നത് ഓർക്കുന്നുണ്ടോ? ഗദരദേശം. ഈ ഗാദ്യരുടെ
ഇവര് പാർത്ത ആടിനെയും കോഴിയെയും വളർത്താൻ നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് തേടിപ്പിടിച്ച് പാർത്ത ദേശമാണ്. കാലങ്ങൾക്ക് ശേഷം അന്ന് മോശ പറഞ്ഞു, ഇതിൻ്റെ വില നിങ്ങൾ കൊടുക്കേണ്ടി വരും, ഇത് നിങ്ങൾ അനുഭവിക്കുമെന്ന് പറഞ്ഞിട്ട് പോയി. എന്താ പറ്റി? ലോകത്തിലുള്ള സകല ദുർഭൂതങ്ങളും ഒരുമിച്ച് വാഴുന്ന സ്ഥലമായി, യഹൂദന് നിക്ഷിപ്തമായിരുന്ന പന്നിയെ വളർത്തി കാശുണ്ടാക്കുന്ന സ്ഥലമായി. അതിൻ്റെ പേരിൽ ദുർഭൂതങ്ങൾ ആവഹിച്ചു. കുടുംബങ്ങളിൽ അന്ധകാരം കയറി. വീട്ടിൽ ഉറങ്ങേണ്ടവനെ ശവക്കോട്ടയിൽ വിട്ടു. വെറുതെ തലമുറയ്ക്ക് ശാപം പിടിച്ചു പറ്റാതെ ഞാനൊരു സഹോദരനെ പോലെ വേദപുസ്തകത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പറയാം, ഏതൊക്കെയായാലും യോർദാൻ്റെ തീരം വരെ വന്നില്ലേ, ഇനി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് യോർദാനും കൂടി കിടക്ക്, അക്കരയ്ക്ക് കയറ്. ഇവിടെ വരെ എത്തിയിട്ട് നിങ്ങൾ ഇവിടെ വെച്ച് ആത്മീകം അവസാനിപ്പിച്ചാൽ, ഇവിടെ വെച്ച് നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ, അടുത്ത തലമുറയ്ക്ക് വരാൻ പോകുന്നത് എന്താണെന്നറിയില്ല. ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യമാക്കി തരട്ടെ, വിവേചിച്ച് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. അങ്ങനെ തന്നു. ഇനി യോർദാൻ കയറാതെ ചുറ്റിപ്പറ്റി നിന്ന ഒരാളെ കൂടി കാണിക്കാം. എന്നിട്ട് ഞാൻ 5 പേരെ യോർദാൻ കയറിയവരെ കാണിക്കാം. സ്തോത്രം. ഒരാളെ കൂടി കാണിക്കാം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ നോക്കാമോ? ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ സ്തോത്രം 10-11 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അപ്പോൾ ലോത്ത് നോക്കി, യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമറയും നശിപ്പിക്കുന്നതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രയീം ദേശം പോലെയുമായിരുന്നു. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. സ്തോത്രം. നോക്കണം, യോർദാന്റെ അരികെ വരെ എത്തി, പക്ഷെ അക്കരെ കയറിയില്ല. അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്നത്, അബ്രഹാമിനോട് പറഞ്ഞു, നീ തലപൊക്കി നോക്ക്, ആ കാണുന്നത് മുഴുവൻ ഞാൻ വാഗ്ദത്തം ചെയ്ത് നിനക്ക് തരികയാണ്. സ്തോത്ര. ഹല്ലേലൂയ. ലോത്ത് കന്നുകാലികൾ, ഇതാണ് പ്രശ്നം അവരുടെ എല്ലാവരുടെയും. ആ പ്രശ്നത്തിൻ്റെ വെളിച്ചത്തിൽ യോർദാൻ്റെ അരികെ വന്നിട്ട് യോർദാൻ്റെ അരികിലൂടെ ചുറ്റിപ്പറ്റി നടന്ന് യോർദാൻ്റെ അരികിൽ കൂടാരമടിച്ച് യോർദാൻ്റെ അരികിൽ ഫാം നടത്തി. അങ്ങനെ പിന്നെ വലഞ്ഞു പോയ നീതിമാനായി പോയി എന്നല്ല എഴുതിയിരിക്കുന്നത്. സ്തോത്ര. എന്നാൽ അവിടെ വെച്ച് ലാഭം വേണ്ടെന്ന് വിചാരിച്ച് യോർദാൻ കയറിപ്പോയി അബ്രഹാം ഇന്നും പ്രസംഗവേദികളിൽ പോസിറ്റീവ് താരമായി ദൈവസന്നിധിയിൽ സ്തോത്ര ഹല്ലേലൂയ വിശ്വാസികളുടെ പിതാവായി നിൽക്കുമ്പോൾ, സ്തോത്ര, ലോത്ത് ഒരു അപശകുനമായി, സ്തോത്ര ഹല്ലേലൂയ, ഒരു വല്ലാത്ത ചൂണ്ടുവലകയായി നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരൊക്കെ യോർദാൻ കിടക്കാതെ എന്തൊക്കെയോ കണ്ട് ചുറ്റിപ്പറ്റി നിന്നിട്ടുണ്ടോ, അവര് ജീവിതം കളഞ്ഞിട്ടേ ഉള്ളൂ. അവര് നന്മ അനുഭവിച്ചിട്ടില്ല. അവരൊരു നെഗറ്റീവ് ക്യാരക്ടർ ആയിട്ടേ ഉള്ളൂ. അവര് ചൂണ്ടിക്കാണിക്കാൻ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ യോർദാൻ കടന്നവരെ സ്വർഗ്ഗം ഉപയോഗിച്ചിട്ടുണ്ട്, ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയരെ, ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നു എന്ന് തന്നെ ഞാൻ വിചാരിച്ചുകൊണ്ട് തുടരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊരാത്മീയതയുടെ അതിരാണ്. അതിനപ്പുറത്തേക്ക് കയറിച്ചെല്ലാൻ ഏതോ ഒരു അതിരിൽ ആരൊക്കെയോ നിൽക്കുന്നുണ്ട്. ഈ മാർച്ച് മാസം യേശു വരാറായി, ഇനി അധികം കാലം ഇല്ലെന്നാണ് കാലസംഭവങ്ങൾ പറഞ്ഞു വെക്കുന്നത്. കർത്താവ് വന്നാൽ പിന്നെ ഈ അതിരെ കിടന്നവനൊക്കെ ഇവിടെ കിടക്കുകയുള്ളൂ. അക്കരെ കയറിയവർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രയാസമാണ്, പ്രതികൂലമാണ്, ചില ബുദ്ധിമുട്ടാണ്, ഉൾഭയം ഉണ്ടാക്കുന്നതാണ്. എങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളെയും കൈ പിടിച്ചുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് അതുപോലെ ഒന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. പൗരുഷൻ്റെ പുതിയ പ്രേക്ഷകർ എപ്പോഴും കാണും. എങ്കിലും നിങ്ങളുടെ അടുക്ക വന്ന് ഇതിൽ കൂടുതലൊക്കെ എനിക്ക് ഈ സന്ദേശത്തിൽ വിശദീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇങ്ങേര് പറയുന്നത് എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല കർത്താവ്, എങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണം. അങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. അങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കർത്താവേ, ഞാനൊരു അതിരിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ, എനിക്കിതിനപ്പുറത്തേക്ക് പോകാൻ ദൈവമായ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ കണ്ടതിനപ്പുറം ആത്മീകമുണ്ടെങ്കിൽ, എന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചതിനേക്കാൾ, ഞാൻ കൂടി വരുന്ന കോൺഗ്രിഗേഷനിൽ അവർ പറയുന്നതിനേക്കാൾ അപ്പുറം ദൈവപ്രസാദത്തിനൊരു ആത്മതലമുണ്ടെങ്കിൽ, എന്നെ അതിരേൽ നിർത്തരുത്, എന്നെ അതിര് കയറ്റിവിടാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സഹായിക്കണമെന്ന് ദൈവത്തോട് തൻ്റെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുക. ആരുടെയും പക്ഷം ചേരണ്ട, ആരും പറയുന്ന കേൾക്കണ്ട. ഞാൻ കണ്ടതിനപ്പുറം തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മീകം ഉണ്ടെങ്കിൽ എന്നെ ഈ അതിര് കയറ്റിവിട. ഞാനിവിടെ കിടന്ന് ലോത്തിനെ പോലെ നശിക്കാതെ, പന്നി വളർത്തി ലാസ്റ്റ് ഭൂതം കയറിയും
ആർക്കും വിടുവിക്കാൻ കഴിയാത്ത ഒരു സന്തതിയുടെ അപ്പനായി അമ്മയായി ഇവിടെ തലയെ കൈവച്ച് ശാപം കയറി ചാവാതെ, ദൈവത്തോട് മത്സരിക്കാതെ, ദൈവിക പ്രമാണങ്ങൾക്ക് പകരം സ്തോത്ര ഹല്ലേലൂയ മറ്റൊന്നുണ്ടാക്കി ഇവിടെ ആള് കളിക്കാതെ ദൈവത്തിന് കീഴടങ്ങി ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് സ്വർഗം വാഗ്ദാനം ചെയ്തത് പ്രാപിച്ച് അങ്ങനെ ജീവിച്ച് അക്കരെ നാട്ടിൽ പോകാൻ എന്നെ കൂടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാരുണ്ടോ അവരെ മാർച്ച് മാസത്തിലെ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ദൈവദൂതന്മാർ ഇറങ്ങി വന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ അക്കരെ കയറ്റിവിടും. ആരൊക്കെ എതിർത്താലും, ആരൊക്കെ വെല്ലുവിളിച്ചാലും, ആരൊക്കെ ചലഞ്ച് ചെയ്താലും, നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വർഗം നിന്നെ അക്കരെ കയറ്റിവിടും. പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി ഈ പ്രാർത്ഥനയിൽ തയ്യാറാകുകയാണ്.